ചോദിച്ചു പോവാം. രസകരമായ ചോദ്യോത്തര പരിപാടിയുമായി ഞാൻ എത്തുകയാണ് മാന്ത്രിക ചെപ്പിലൂടെ. വെറൈറ്റി റോഡ് ഷോ പ്രോഗ്രാം ഇൻ സ്പൈഡർനെറ്റ് ചാനൽ. ഇന്ത്യൻ കറൻസിയിൽ നോട്ടിൽ എത്ര ഭാഷകൾ ആലേഖനം ചെയ്തിട്ടുണ്ട്? ബാഡ് ബ്ലഡ്, ബ്ലൂ ബ്ലഡ്. ഇത് 10 പ്രാവശ്യം തെറ്റാതെ സ്പീഡിൽ പറയുകയാണെങ്കിൽ നിങ്ങൾക്കൊരു സമ്മാനം. ക്രിക്കറ്റ് ഏത് രാജ്യത്തിന്റെ ദേശീയ വിനോദമാണ്? ശേഷം ഭാഗം സ്ക്രീനിൽ. സൂപ്പർ ഹിറ്റ് മാന്ത്രിക ചെപ്പ് എല്ലാ ശനിയാഴ്ച രാത്രി 7:30, ഞായറാഴ്ച രാവിലെ 11 മണിക്കും, ബുധനാഴ്ച വൈകിട്ട് 5 മണിക്കും, വ്യാഴാഴ്ച രാത്രി 9:30 നിങ്ങളുടെ പ്രിയപ്പെട്ട സ്പൈഡർനെറ്റ് ചാനലിൽ. ചോദിച്ചു പോവാം. നമസ്കാരം. സ്നേഹം നിറഞ്ഞ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മാന്ത്രിക ചെപ്പിലേക്ക് സ്വാഗതം. പ്രേക്ഷകരായ നിങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള രസകരമായ ചോദ്യോത്തര പരിപാടിയുമായി ഞാൻ എത്തുകയാണ് മാന്ത്രിക ചെപ്പിലൂടെ. വെറൈറ്റി റോഡ് ഷോ പ്രോഗ്രാം ഇൻ സ്പൈഡർനെറ്റ് ചാനൽ. ഇന്ന് മാന്ത്രിക ചെപ്പിന്റെ രസകരമായ എപ്പിസോഡ് ആരംഭിക്കുന്നത് നരിക്കുനി ടൗണിലാണ്. ആരൊക്കെ ചെപ്പിലടങ്ങിയ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകി നോക്കാം. നമുക്കിങ്ങനെ ചോദിച്ചു പോവാം. ചോദിച്ചു പോവാം. ചോദിച്ചു പോവാം. നമ്മളിപ്പോ എത്തിയിരിക്കുന്നത് നരിക്കുനിയിലുള്ള കോട്ടൺ സ്പോർട്ടിലാണ്. കോട്ടൺ സ്പോർട്ട് ജെൻസ് വെയർ ഷോറൂമാണ്. പരിചയപ്പെടാം. കുറച്ച് സുഹൃത്തുക്കളുണ്ട്. പേര് പറയാം. വിഷ്ണു. ഏത് സ്കൂളാണ്? വിഷ്ണു അക്കാദമി എന്നാണോ സ്കൂളിന്റെ പേര്? അതുപോലെ പ്രത്യേക പേരുകളൊന്നുമില്ല. എന്ത് അക്കാദമി? കേരള അക്കാദമി. ഓക്കെ. വീട് എവിടെയാ താമസം? കാവുമ്പോയി. ആരൊക്കെയുണ്ട് വീട്ടില്? അച്ഛൻ, അമ്മ, അനിയൻ. എന്തൊക്കെയാണ് ഹോബീസ്? പ്രത്യേകിച്ച് ഫുട്ബോൾ കളിക്കും. അങ്ങനെ പ്രത്യേക ഹോബീസ് ഒന്നുമില്ല. ഫുട്ബോളാണ് ഇഷ്ടം അല്ലേ? ഷംനാസ് കോട്ടൺ സ്പോർട്ടിലെ ജീവനക്കാരൻ അല്ലേ? എവിടെയാ താമസം? സുഖാണ്. വീട്ടിലാരൊക്കെ ഉണ്ട്? ഉമ്മ, പാപ്പ, അനിയത്തി. സിനിമ കാണാറുണ്ടോ? ഓ. രാവിലെ എത്ര മണിക്കാണ് ഇവിടെ എത്ര മണിക്ക് തിരിച്ചു പോകും? 9:30 ഒരു 8 മണിക്ക് പോകും. 9:30 ഒരു 8 മണിക്ക് പോകും അല്ലേ? ലൈഫ് ഇറ്റ് റിയൽ. വലിയ വെല്ലിനൊക്കെ ഇട്ടിട്ട് പിള്ളേരെ കറക്കാൻ വേണ്ടിട്ട് എന്തോ കഷ്ടമാണ്. ഓക്കെ. വീട്ടിലാരൊക്കെയാണ്? ഉമ്മ, കാക്ക, അഞ്ചൻ. എന്താ ജോലി ചെയ്യണോ അതോ പഠിക്കണം? പഠിക്കാം. പഠിത്തമൊക്കെ കഴിഞ്ഞോ? ഇല്ല, പ്ലസ് ടു ആണ്. ഇപ്പോൾ പ്ലസ് ടു ആണ്. ക്ലാസ് ഇല്ല? ഓ, ഉണ്ടായിരുന്നു. ഇന്ന് പോയില്ല. കഴിഞ്ഞു. ജംനാസ്. എവിടെയാ താമസം? ജംനാസ് കണ്ടോത്തുപാറ. കേരള അക്കാദമിയിൽ. സൽമാൻ ഖാൻ. എന്തൊക്കെയാണ് സൽമാൻ വിശേഷം? നല്ല വിശേഷം. കണ്ടോത്തുപാറയാണോ? കക്കോടിയാണ്. യെസ്. സൽമാൻ വീട്ടിലായിരിക്കണം? വീട്ടിലുമ്മ, പാപ്പ, അനിയൻ, അയക്കാക്ക, അനിയത്തി. ഓക്കെ. എന്തൊക്കെയാണ് ഹോബീസ്? പ്ലേ ആക്ടിവിറ്റീസ് ഉണ്ട്? സിനിമ. വേറെ ഹോബീസ് ഒന്നുമില്ല. പ്രണയിക്കുന്നു? ഇല്ല. പ്രണയമുണ്ട്. കോട്ടൺ സ്പോർട്ടിന്റെ ഓണറാണ്. ഒരു വിഷയം തെരഞ്ഞെടുത്തു. സിനിമ. ലഭിച്ചിരിക്കുന്ന വിഷയം സിനിമയാണ്. സിനിമയെ കുറിച്ചുള്ളൊരു ചോദ്യം. ഇഷ്ടമാണല്ലോ സിനിമ. പ്രേം നസീർ നിത്യഹരിത നായകൻ, മലയാളത്തിന്റെ നിത്യഹരിത നായകൻ പ്രേം നസീർ, അദ്ദേഹത്തിന്റെ ശരിയായിട്ടുള്ള പേരെന്താണ്? പ്രേം നസീറിന്റെ അബ്ദുൽ ഖാദർ. അറിയില്ല. പ്രേം നസീറിന്റെ ശരിയായിട്ടുള്ള പേര് അബ്ദുൽ ഖാദർ എന്ന് പറഞ്ഞു. ശരിയാണോ? ശരിയായിട്ടുള്ള ഉത്തരമാണ്. ഇദ്ദേഹത്തിന് നല്ലൊരു സമ്മാനം. ഇവർക്ക് ലഭിച്ചിരുന്ന വിഷയം സിനിമയെ കുറിച്ചുള്ളതായിരുന്നു. സിനിമയിൽ ചോദ്യം ഇതാണ്: പ്രേം നസീർ, മലയാളത്തിലെ നിത്യഹരിത നായകൻ പ്രേം നസീറിന്റെ യഥാർത്ഥ പേര് എന്താണ്? ശരി ഉത്തരം അബ്ദുൽ ഖാദർ എന്നുള്ളതാണ്. ശരി ഉത്തരം പറഞ്ഞിരിക്കുന്നത് ജംനാസിന് കോട്ടൺ സ്പോർട്ട്, നരിക്കുനിയിലുള്ള കോട്ടൺ സ്പോർട്ടിന്റെ മനോഹരമായിട്ടുള്ള ഒരു സമ്മാനം. കൺഗ്രാജുലേഷൻ. താങ്ക് യു. ചോദിച്ചു പോവാം. നരിക്കുനിയിലുള്ള ജീപ്പ് സ്റ്റാൻഡിലാണ് നമ്മളിപ്പോ. സുഹൃത്തുക്കളുണ്ട്, പരിചയപ്പെടാം. പേര് പറയും. അബ്ദുൽ മുനീർ. എവിടെയാ താമസം? വീട്ടിലാരൊക്കെ? വീട്ടില് ഉമ്മണ്ട്, അനിയുണ്ട്, ഏട്ടനുണ്ട്.
ഖമറുദ്ദീൻ. ജോലി ജീപ്പാണ്. ഡ്രൈവർ. വീട്ടില് വീട്ടില് ഉമ്മ ഉണ്ട്, 2 പെങ്ങന്മാരുണ്ട്, വൈഫുണ്ട്. സിനിമ കാണാൻ പോകാറുണ്ട്. സിനിമ കാണാൻ വല്ലപ്പോഴും സ്പോർട്സിൽ ഇഷ്ടമുള്ള ഒരു സ്പോർട്സ് ഐറ്റം അല്ലെങ്കിൽ സ്പോർട്സ് സിനിമ ഏതാ? വോളിബോൾ. മുഹമ്മദ്. സുഖം. മാരീഡാണോ? അതെ അതെ. മക്കളൊരാൾ. പേരെന്താ? മുഹമ്മദ്. അതെ. എത്രാം ക്ലാസ് പഠിക്കും? അപ്പം പഠനമല്ലല്ലോ, 10 വരെ പഠിച്ച് ആ പിന്നെ പഠനം വേണ്ട. പഠനം നിർത്തി. അതേതായാലും നന്നായി. പേര്? സിദ്ദീഖ്. ഡ്രൈവർ. ഡ്രൈവർ. വീട്ടില് വൈഫ്, പിന്നെ ബാപ്പ അമ്മ. സൈലന്റ് ആണല്ലേ? മോനുണ്ട്. ക്യാമറ കണ്ടിട്ടാണ് അല്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ് നഗർത്താൻ. അതും വെറുതെ പറയാം. ഒരു വിഷയം എടുത്തോളൂ. ലഭിച്ചിരിക്കുന്ന വിഷയം ടങ് ട്വിസ്റ്റർ. ഞാനൊരു കാര്യം പറയുകയാണെങ്കിൽ അത് 10 പ്രാവശ്യം തെറ്റാതെ പറയുകയാണെങ്കിൽ സമ്മാനമുണ്ട്. ഒരു കാര്യം ഞാൻ പറയും, നോക്കാം, ട്രൈ ചെയ്യാം. വെരി ഗുഡ്. ഒരു റെഡ് ബൾബ്, ഒരു ബ്ലൂ ബൾബ്. ഇത് 10 പ്രാവശ്യം തെറ്റാതെ പറയണം. ഒരു റെഡ് ബൾബ്, ഒരു ബ്ലൂ ബൾബ്. ഒരു റെഡ് ബൾബ്, ഒരു ബ്ലൂ ബൾബ്. ഒരു റെഡ് ബൾബ്, ഒരു റെഡ് ബൾബ് എന്ന് കൂട്ടണം. ഒരു റെഡ് ബൾബ്, ഒരു ബ്ലൂ ബൾബ്. ഇത് 10 പ്രാവശ്യം ഒരു ഗ്യാപ്പില്ലാതെ തെറ്റാതെ. ഒരു റെഡ് ബൾബ്, ഒരു ബ്ലൂ ബൾബ്. ഒരു റെഡ് ബൾബ്, ഒരു ബ്ലൂ ബൾബ്. ഒരു റെഡ് ബൾബ്, ഒരു ബ്ലൂ ബൾബ്. അത് സ്പീഡ് പറയണോ? സ്പീഡ് കുറച്ചുകൂടെ? ഒരു ഗ്യാപ്പ് ഉണ്ടാവില്ല. ഒരു റെഡ് ബൾബ്, ഒരു ബ്ലൂ ബൾബ്. 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 അല്ല, റെഡും ബ്ലൂ ആയിട്ട് വേറെ ഏതാ ബൾബ് അറിയാവോ? ആകെ റെഡും ബ്ലൂവും ബൾബുകളേ ഉള്ളൂ. അതല്ല, അത് ഭയങ്കര അപകടം അല്ലേ? ഒരു റെഡ് ബൾബ്, ഒരു ബ്ലൂ ബൾബ്. 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 ഒരു റെഡ് ബൾബ്. പറ്റൂല. ശരി. ഖമറുദ്ദീൻ അദ്ദേഹമാണ് അനായാസമായിട്ട് ഒരു റെഡ് ബൾബ്, ഒരു ബ്ലൂ ബൾബ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇദ്ദേഹത്തിന് ലുലു വെഡിംഗ് മാൾ നൽകുന്ന നല്ലൊരു സമ്മാനം. ഖമറുദ്ദീൻക്ക് സമ്മാനം നൽകുന്നത് ലുലു വെഡിംഗ് മാൾ, നരിക്കുനിലുള്ള ലുലു വെഡിംഗ് മാൾ നൽകുന്ന നല്ല സമ്മാനം. കൺഗ്രാറ്റുലേഷൻ. നമുക്ക് ചെയ്യാം, നമുക്കിങ്ങനെ ചോദിച്ചു പോവാം. ചോദിച്ചു പോവാം. ചോദിച്ചു പോവാം. നരിക്കുനി നമുക്ക് കുറച്ച് സുഹൃത്തുക്കളെ കിട്ടിയിട്ടുണ്ട്. പരിചയപ്പെടാം. പേര് പറയും. ഷഹൽ. എന്ത് ചെയ്യുന്നു? +1 നരിക്കുനി ഹൈസ്കൂളിൽ ഹയർ സെക്കൻഡ്. ഓക്കെ. ഷഹലിന്റെ വീട്ടിൽ ആരൊക്കെയാണ്? ഞാൻ, ഉപ്പ, ഉമ്മ. അതെ. എന്തൊക്കെയാണ് ഹോബീസ്? ഹോബീസ് കളിക്കും, ഫുട്ബോൾ കളിക്കും. വിഷ്ണു. വീട്ടിൽ ആരൊക്കെയുണ്ട്? വിഷ്ണു. അച്ഛൻ, അമ്മ, അനിയത്തി. ഓക്കെ. അനിയത്തി പഠിക്കാം? അതെ, 6ാം ക്ലാസ്സിൽ. ഷഹൽ +2 അല്ല, +1. അജ്മൽ, ആദിൽ, നാഫി, സുൽഫി. ഞാനിവിടെ ഉണ്ട്. ജോയി ചേട്ടാ ഓട്ടോറിക്ഷ? അല്ല, ഞാൻ നാടൻ മണിയാ. എവിടെയാ താമസം? കാരക്കുന്നത്ത്. ശശി. വിപിലാലി. ഏത് സ്കൂളാണ്? പ്രസിഡൻസി. സുകേഷ്. ജസീം, അലി അൻസാർ, ആദർശ്. ലഭിച്ചിരിക്കുന്ന വിഷയം കുസൃതി ചോദ്യം. ചോദ്യത്തിന് ഉത്തരം പറയുകയാണെങ്കിൽ നല്ലൊരു സമ്മാനമുണ്ട്. ഒരു കുസൃതി ചോദ്യം. കുസൃതി നിറഞ്ഞ ചോദ്യമാണ്. വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കുക. പേരിൽ വീടുണ്ടെങ്കിലും വീടുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ജീവി ഏതാണ്? പേരിൽ വീടുണ്ടെങ്കിലും വീടുമായി യാതൊരു ബന്ധവുമില്ലാത്ത ജീവി. പേരിൽ വീടും. വളരെ ശ്രദ്ധിക്കുക, കുസൃതി ചോദ്യമാണ്. ചോദ്യം ഒന്നുകൂടി ഞാൻ ആവർത്തിക്കാം. പേരിൽ വീടുണ്ടെങ്കിലും വീടുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ജീവി ഏതാണ്? ചീവീട്. നിങ്ങൾ പേരെന്താ? ബിബിനീഷ്. എന്ത് ചെയ്യുന്നു? ഡ്രൈവർ ബസ്സിൽ. ഏത് ബസ്സാ? സോപാനം. സോപാനം ബസ്സിലെ ഡ്രൈവറാണ്. സോപാനം ഏതാ റൂട്ട്? നരിക്കുനി, കോഴിക്കോട്. ഓക്കെ. ബിബിനേഷ് ഏട്ടനാണ് ശരിയായിട്ടുള്ള ഉത്തരം പറഞ്ഞിരിക്കുന്നത്. പേരിൽ വീടുണ്ടെങ്കിലും വീടുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ജീവി ചീവീടാണ്. ചീവീയുടെ ശരി ഉത്തരത്തിന് ബിബിനേഷ് ഏട്ടന് ലുലു വെഡിംഗ് മാൾ നൽകുന്ന നല്ലൊരു സമ്മാനം. ഓക്കെ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമുക്കിങ്ങനെ ചോദിച്ചു പോവാം.
നരിക്കുനി സ്റ്റാൻഡിലാണ് നമ്മളിപ്പോൾ. ഒരു ബേക്കറിക്ക് മുന്നിലാണ്. വളരെ രസകരമായിട്ടുള്ള ഒരു ടീം ബെൽറ്റാണ് നമ്മളോട് ഇപ്പോൾ ഉള്ളത്. നമ്മുടെ ചാനലിൽ ഇവിടെ വന്ന സമയത്ത് സുഹൃത്തുക്കളെല്ലാവരും പങ്കെടുപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് വന്നിരിക്കുകയാണ്. പരിചയപ്പെടാം, പേര് പറഞ്ഞു. പേര് മുജീബ്. ബേക്കറിയിലാണ്. ബേക്കറി. എവിടെയാണ് താമസം? താമസം പന്നൂർ. സാബിൻ. അത് പിന്നെ എല്ലാവർക്കും സുപരിചിതനാണ്. നരിക്കുനിയിലുള്ള ഒരു താരമാണ്. ഓക്കെ, ഇപ്പം ഫാൻസി വിട്ടിട്ട് ബേക്കറിയിലേക്ക് ഇല്ലല്ല, പള്ളി പോകാൻ വേണ്ടി ഇറങ്ങിയ. പേര് റിയാസ്. റിയാസ് ഖാൻ. എന്ത് ചെയ്യുന്നു ഇവിടെ ബേക്കറിയിൽ. സുകേഷ് മനോജ്. ഹരിദാസൻ. നമസ്കാരം ഹരിദാസ് ഏട്ടാ, സുഖാണോ? സുഖം. വിശേഷം? നല്ല വിശേഷം. ശശി. ഇനി ഹരിദാസ് ഏട്ടൻ ഒരു വിഷയം എടുക്കുന്നു. വിഷയം എടുത്തോ. സ്പോർട്സ് ആണ് ലഭിച്ചിരിക്കുന്ന വിഷയം. സ്പോർട്സ്. ചോദ്യം ഇതാണ്, വളരെ രസകരമായിട്ടുള്ളൊരു ചോദ്യം. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യ നിരവധി തവണ സ്വർണം നേടിയിട്ടുണ്ടെങ്കിലും ഒളിമ്പിക്സിൽ ഇതുവരെ പങ്കെടുപ്പിക്കാത്തതുമായിട്ടുള്ള മത്സര ഇനം ഏതാണ്? ഫുട്ബോൾ. ഒന്നും കൂടി പറയാം, ചോദ്യം മനസ്സിലായില്ല. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യ നിരവധി തവണ സ്വർണ്ണ മെഡൽ നേടിയിട്ടുണ്ടെങ്കിലും ഒളിമ്പിക്സിൽ ഇതുവരെ ചേർക്കാത്തതായിട്ടുള്ള ഒരു മത്സര ഇനം ഏതാണ്? ഫുട്ബോൾ. അറിയാമോ? കബഡി. ഗുസ്തി. ശരി ഉത്തരമാണ്, കബഡി. ശരി ഉത്തരത്തിന് നല്ലൊരു സമ്മാനം. ഏഷ്യൻ ഗെയിംസിൽ സ്വർണ്ണ മെഡൽ നിരവധി തവണ ഇന്ത്യ നേടിയിട്ടുണ്ടെങ്കിലും ഒളിമ്പിക്സിൽ ചേർക്കാത്തതുമായിട്ടുള്ള ഒരു മത്സര ഇനം കബഡി എന്ന് ശരി ഉത്തരം പറഞ്ഞിരിക്കുകയാണ്. നല്ലൊരു സമ്മാനം ലുലു വെഡിങ് മാൾ നൽകുന്ന. കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ, താങ്ക് യു. ഇനി നമുക്കിങ്ങനെ ചോദിച്ചു പോവാം. മാന്ത്രിക ചെപ്പ് നിങ്ങൾക്കായി ചോദിച്ചു പോവാം. ഇനി നിങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന പ്രേക്ഷക മത്സരമാണ്. പ്രേക്ഷക മത്സരത്തിൽ നിങ്ങളോടുള്ള ചോദ്യം ഇതാണ്: ഇന്ത്യയിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നതിൽ വെച്ച് ഏറ്റവും പഴക്കം ചെന്ന പത്രം ഏതാണ്? ചോദ്യം ഒരിക്കൽ കൂടി ആവർത്തിക്കാം. ഇന്ത്യയിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നതിൽ വെച്ച് ഏറ്റവും പഴക്കം ചെന്ന പത്രം ഏതാണ്? ഉത്തരം അറിയാമെങ്കിൽ 1 മണിക്കൂറിനുള്ളിൽ ഞങ്ങളെ വിളിച്ചറിയിക്കൂ. നമ്പർ ഇതാണ് 9745986785. ഒരുപാട് ചോദ്യങ്ങൾ ബാക്കി നിൽക്കുന്നു. മാന്ത്രിക ചിപ്പിന്റെ രസകരമായ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിമർശനങ്ങളും പതിവ് പോലെ എഴുതി അറിയിക്കുക. വിലാസം ഇതാണ്: ടു ദ പ്രൊഡ്യൂസർ, മാന്ത്രിക ചെപ്പ്, സ്പൈഡർനെറ്റ് സാറ്റലൈറ്റ് മീഡിയ നെറ്റ്വർക്ക്, മൂട്ടുവിളിക്കക്കോടി. അടുത്ത ആഴ്ച നമ്മൾ വീണ്ടും കാണും ഇതേ സമയം. അതുവരെ നിങ്ങളോട് വിട പറയുന്നു നിങ്ങളുടെ സ്വന്തം ദിലീഷ് ദേവസ്വം. ഗുഡ് ബൈ.